കിബില തെറ്റി നമസ്കരിച്ചു, കിബിലയിലേക്ക് മുന്നിടാതെ നമസ്കരിച്ചു, അയാളുടെ നമസ്കാരം ശരിയാവുമോ? അയാളുടെ നമസ്കാരം ശരിയാവില്ല. എന്നാൽ ഒരാൾ യാത്രയിലാണ്, അല്ലെങ്കിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി, അപ്പോൾ അവിടെ കിബില മനസ്സിലാവണില്ല. അങ്ങനത്തെ ഒരു മസല, ഒരു നമസ്കാര സ്ഥലമാണ്, പള്ളിയായിട്ട് നമസ്കാര സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ കിബില മനസ്സിലാവണില്ല. അല്ലെങ്കിൽ ഒരു യാത്രയിലാണ്, അയാളൊരു കാട്ടുപ്രദേശത്താണ് നിസ്കരിക്കാൻ ഇറങ്ങിയത്, നമസ്കരിച്ചു, അയാളെ കിബില തെറ്റിയിട്ടുണ്ട്. നമസ്കാരത്തിനിടയിൽ ഒരാൾ വന്ന് പറയാണ് കിബില തെറ്റിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങോട്ടാണ് കിബില എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ മതി. അയാൾക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ നമസ്കാരം പൂർത്തിയാക്കാം. എന്നാൽ നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് പറയാണ് പിന്നെ കിബില തെറ്റിയിരിക്കണു, കിബില ഇങ്ങോട്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യണം? അയാൾ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അയാൾ നമസ്കാരത്തിന് മുന്നേ കിബില അന്വേഷിച്ചിട്ടുണ്ട്, എന്നിട്ട് അയാൾക്ക് ലഭിച്ച കിബിലയാണിത്. അങ്ങനെയാണെങ്കിൽ അയാൾ നമസ്കാരം മടക്കേണ്ടതില്ല. എന്നാൽ അയാൾ കിബില അന്വേഷിച്ചിട്ടൊന്നുമില്ല, അയാളൊരു നിഗമനത്തിൽ ഒരു കിബിലാണ് തിരഞ്ഞെടുത്തു, അയാൾ നമസ്കരിച്ചു, അത് കിബിലക്ക് വിപരീതമായിരുന്നുവെങ്കിൽ ആ നമസ്കാരം ബാത്തിലാണ്. രണ്ടാമത്തേത് കിബില തെറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ചെരിവ് കിബില തെറ്റിയാലും പ്രശ്നമല്ല. നമ്മൾ ചെറിയ ഒരു ചെരിവ് കിബിലയിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാലും അത് പ്രശ്നമല്ല. ആ ചെരിവ് വല്ലാതെ അധികമായി കഴിഞ്ഞാലേ നമസ്കാരം ബാത്തിലാവുള്ളൂ. അപ്പോൾ നമ്മൾ നമസ്കരിച്ചു, ചെറിയൊരു ചെരിവ് ഉണ്ടായിരുന്നു, അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്നതല്ല.